നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ. തൂക്കുകയർ പ്രതികളായ 15 PFI SDPI പ്രവർത്തകർക്ക് ദയെ അർഹിക്കുന്നില്ലെന്ന് കോടതി. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യം. വിധിയിൽ സംതൃപ്തി എന്ന രഞ്ജിത്തിന്റെ ഭാര്യ. ഞാനിത് പ്രതീക്ഷിച്ചത്, ഞങ്ങൾ എല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. വധശിക്ഷ പ്രതീക്ഷിച്ചതെന്ന് അമ്മ. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അച്ഛനെ എന്തിനാണ് കൊന്നതെന്ന് മകൾ. എന്തേലും പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ എന്തിനാ അവർ കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വിധി സ്വാഗതം ചെയ്ത് BJP. പ്രോസിക്യൂഷൻ അഭിനന്ദന പ്രവാഹം. സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് തള്ളി നിയമസഭ. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കിട്ടാനുള്ള പണം കിട്ടാൻ സംയുക്തമായി നിൽക്കണമെന്ന് ധനമന്ത്രി. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധി എന്ന് VD സതീശൻ. ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ ധാരണ. യാത്രയ്ക്ക് CRPF സുരക്ഷയൊരുക്കും. റൂട്ട് മാപ്പ് പോലീസ് നിശ്ചയിക്കും. ഗവർണർക്ക് ഇന്നും നിയമസഭയിൽ വിമർശനം. ജോസ് കെ മാണി. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്കും 90 വർഷം തടവ്. ബലാത്സംഗത്തിനിരയായത് ബംഗാൾ സ്വദേശിനി. വിധി പ്രഖ്യാപിച്ചത് ദേവികുളം അതിവേഗ പോക്സോ കോടതി. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് തിരിച്ചടി. ഔദ്യോഗിക രേഖ പരസ്യപ്പെടുത്തിയെന്ന കേസിൽ 10 വർഷം തടവ്. അപ്പീൽ പോകുമെന്ന് ഇമ്രാൻഖാൻ. വിധി പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച ചെയ്ത് വോട്ടിനിട്ട് തള്ളി. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനസ്ഥിതി മോശമാക്കിയതെന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ്. ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞ കണക്കുകൾ പരസ്പര വിരുദ്ധമാണെന്നും ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണിതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ പ്രതിരോധം. കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമാണെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രമേയം സഭ തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. പെൻഷൻ മുടങ്ങിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായിരുന്നു. അതിനിടയിലാണ് അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ വന്നത്. വിശദമായ ചർച്ച തന്നെ അടിയന്തര പ്രമേയ നോട്ടീസിൽ നടന്നു. എന്തൊക്കെയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധനമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്? പ്രതിപക്ഷത്തിന്റെ ആശങ്ക സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഒക്കെയാണ്. എങ്ങനെയാണ് ഭരണപക്ഷം ഇതിനെ പ്രതിരോധിച്ചത്? രേണുക, കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ധനപ്രതിസന്ധി. അതിൽ സംസ്ഥാനം കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. GST വിഹിതം ഉൾപ്പെടെ കൃത്യമായി തരുന്നില്ല. അതോടൊപ്പം തന്നെ വായ്പാ പരിധി ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നു. 3.5%, അതായത് നേരത്തെ നൽകിയിരുന്ന 3.5% എന്ന ആനുപാതികത്തിന്റെ തുക അത് 1.9 എന്ന നിലയിലേക്ക് കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് ആകെ അനുവദിക്കുന്ന തുകയുടെ അളവിൽ കുറവ് വരുത്തിയിരിക്കുന്നു. അത്രമാത്രം സംസ്ഥാനത്തെ ഞെരുക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഈ ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. സർക്കാർ പറഞ്ഞത് ഇങ്ങനെ ഒരു ചർച്ച
ചർച്ച വന്നത് നന്നായി. കേന്ദ്രം സംസ്ഥാനത്തോട് കാട്ടുന്ന സമീപനം എന്ത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് ഇതൊരു അവസരമായി എന്നതാണ്. പക്ഷേ പ്രതിപക്ഷം അതിശക്തമായി തന്നെയാണ് സർക്കാർ നയങ്ങളെ, പ്രത്യേകിച്ച് നികുതി പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ വരുത്തുന്ന വീഴ്ച അത് എണ്ണിപ്പറയുന്ന നിലയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഈ സ്വർണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നികുതി, അതിൽ CAG തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് 18,000 കോടി രൂപ ആ വഴിയിൽ മാത്രം സംസ്ഥാനത്തിന് ലഭിക്കും. രാജ്യത്ത് തന്നെ നടക്കുന്ന സ്വർണ്ണ വിൽപ്പനയുടെ 20%-ലധികം നടക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ വരുമാനം അതുവഴി വരും. പക്ഷേ എവിടെയാണ് നിങ്ങൾ പിരിവ് നടത്തിയത്? അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന തുകയില്ല. CAG റിപ്പോർട്ടിൽ തന്നെ ഏതാണ്ട് 25,000 കോടി രൂപ നികുതി കുടിശ്ശിക അല്ലെങ്കിൽ പിരിച്ചെടുക്കാൻ കഴിയുന്ന തുക ഇപ്പോഴുമുണ്ട്. ആ തുക പിരിച്ചെടുത്താൽ മാത്രം തന്നെ ഇപ്പോൾ വലിയ അളവിൽ ഏറ്റവും കുറഞ്ഞത് ക്ഷേമ പെൻഷനും കുട്ടികളുടെ ആഹാരവുമെങ്കിലും നൽകാൻ കഴിയും എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് അയച്ച കത്ത് ഉയർത്തിക്കാട്ടിയായിരുന്നു മാത്യു കുഴൽനാടൻ സർക്കാരിനെ വിമർശിച്ചത്. അദ്ദേഹം പറയുന്നത്, ധനമന്ത്രി പറയുന്നത് 57,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ നിർമ്മലാ സീതാരാമന് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് 31,000 കോടി എന്നാണ്. വ്യത്യസ്തമായ കണക്ക് എങ്ങനെ വരുന്നു? മാത്രവുമല്ല, ഈ വികസനത്തിന്റെ ഒരു സൂചിക നോക്കുമ്പോൾ 20% വളർച്ച എന്ന കൊട്ടിഘോഷിക്കലുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു. ആകെ സംസ്ഥാനത്തിന്റെ വളർച്ചാ തോതിന്റെ കാര്യത്തിൽ 20% വളർച്ചയുള്ള ഒരു സംസ്ഥാനത്തിന് എന്തിനാണ് കോമ്പൻസേഷൻ? കാരണം 14% താഴെ വളർച്ചയുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രം കോമ്പൻസേഷൻ നൽകേണ്ടത്. 20% എന്ന് നിങ്ങൾ തന്നെ പറയുകയും കോമ്പൻസേഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് തന്നെ വിരോധാഭാസമാണ് എന്ന കാര്യം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ പിരിവ് GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനം നടത്തുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം എത്തുന്നുവെന്ന് സർക്കാർ പറയുമ്പോൾ ഈ വരുന്ന സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും GST വരുമാന വർധന അതിന്റെ തോത് എന്നത് 22% മുകളിലാണ് ഈ വരുന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടേത്. കേരളത്തിന്റേതാകട്ടെ 14%-നും 12%-നും താഴെയാണ്. അങ്ങനെയുള്ളൊരു മോശം സംസ്ഥാനത്തിന് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാൻ കഴിയുക എന്ന ചോദ്യവും പ്രതിപക്ഷ നിരയുടെ ഭാഗത്തു നിന്നുണ്ടായി. ധനമന്ത്രി ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഓരോ തവണയും ഈ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം അത് ഗണ്യമായി കുറയ്ക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 13,000 കോടി രൂപ ഏറ്റവും ഒടുവിൽ നിയമപരമായി സർക്കാരിന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതുപോലും ട്രഷറിയിൽ നിന്ന് സർക്കാരിന്റെ തന്നെ തുക എടുത്ത് ചെലവഴിച്ചത് അത് ബാധ്യതയായി കണക്കാക്കിക്കൊണ്ട് ആ 6,000 കോടി രൂപ കുറച്ചുകൊണ്ട് വീണ്ടും തുക നൽകാനുള്ള തീരുമാനം. പക്ഷെ ആ തുക പോലും നൽകുന്നില്ല എന്ന നിലയിലേക്ക് പോകുന്നു. മാത്രവുമല്ല, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ തന്നെ കേരളം വെറുതെ ഇരിക്കുകയല്ല, കേരളത്തിന്റെ ധനസ്ഥിതി അത്ര മോശമല്ല എന്ന കാര്യം കൂടി എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിച്ചുകൊണ്ട് ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. വിനോദ്, ഇവിടെ അത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനെയും സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ സർക്കാരിന്റെ മറുപടിയിൽ ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആശ്വാസം നൽകുന്ന കാര്യമാണോ? കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം സമീപനങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടം വേണമെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് സഭയിൽ നേതാക്കൾ. അതിന്റെ ഏതെങ്കിലും തരം യോജിപ്പിന്റെ ഏതെങ്കിലും തലം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? രേണുക പറഞ്ഞത് തന്നെയാണ്. കാരണം ധനമന്ത്രി പറഞ്ഞത് കിട്ടാനുള്ള തുക ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ സംസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് നിൽക്കുന്നു എന്ന നിലയിൽ സംസ്ഥാനം നിൽക്കാൻ പോവുകയല്ല. പലരും പറഞ്ഞു സംസ്ഥാനം ശ്രീലങ്കയാകാൻ പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പ്രതിസന്ധി ആ തോതിൽ വലിയ തോതിൽ സംസ്ഥാനം പ്രതിസന്ധി നേരിടുകയോ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഏതാണ്ട് 15,000 കോടി രൂപയ്ക്ക് മുകളിൽ കരാറുകാർക്ക് നൽകാനുണ്ട്. അതുപോലും ട്രഷറി നിയന്ത്രണം കാരണം നൽകാൻ പറ്റുന്നില്ല എന്ന പ്രചരണമാണ്. എന്നാൽ 1,500 കോടി രൂപയിൽ താഴെ മാത്രമാണുള്ളത്. നവംബർ മാസം വരെ ഗവൺമെന്റ് കരാറുകാർക്കെല്ലാം തന്നെ അവർക്ക് നൽകാനുള്ള തുക പൂർണ്ണമായി നൽകി. മറ്റേതെങ്കിലും കാര്യത്തിൽ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. പൂച്ചപറ്റി കിടക്കുകയല്ല ഖജനാവിൽ എന്ന പ്രയോഗമാണ് ധനമന്ത്രി നടത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകയാണ്, അർഹതപ്പെട്ട തുകയാണ്.
ആ തുക അത് പല കാര്യങ്ങളിൽ ഈ GST നൽകുമ്പോൾ അതിന്റെ ഒരു വിഹിതം സംസ്ഥാനത്തിന് തരേണ്ടതുണ്ട്. പക്ഷേ അതിന് കേന്ദ്രം ഇപ്പോൾ സ്വീകരിക്കുന്ന മാർഗം സെസ് പിരിക്കുക എന്നതാണ്. സെസ് പിരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിന് ആ തുക നൽകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഈ വരുമാന വർധനയ്ക്ക് കേന്ദ്രം അത്തരം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നു എന്ന് കൂടി ധനമന്ത്രി പറഞ്ഞു. രേണുക. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി പറഞ്ഞു. PFI SDPI പ്രവർത്തകരാണ് പ്രതികൾ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. അസുഖബാധിതനായ ആശുപത്രിയിലായതിനാൽ 10ാം പ്രതി എത്തിയില്ല. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ഒരു കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമാണ്. പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി ശരിവെച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് G പടിക്കൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന് അഭിമാനിക്കാവുന്ന വിധിയാണെന്നായിരുന്നു ആലപ്പുഴ SP ചൈത്ര തെരേസ ജോണിന്റെ പ്രതികരണം. G ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രോസിക്യൂഷന്റെ മുഴുവൻ ആരോപണങ്ങളും ശരിവെച്ചുകൊണ്ടാണ് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് VG ശ്രീദേവി 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവം ഒരു കൊലപാതകം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് പരിപൂർണമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞ 10 കുറ്റങ്ങളും പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 10ാം പ്രതി ആരോഗ്യ കാരണങ്ങളാൽ കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിധി സ്വാഭാവികമായും ഇതുതന്നെയാണ്. കാരണം ഇതേ കുറ്റം ചുമത്തിയ ആളാണ്, ഇതേ വിധി തന്നെ വരും എന്നതാണ് പ്രോസിക്യൂട്ടർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വലിയ വിജയം എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് G പടിക്കൽ ഈ വിധി വന്ന ശേഷം പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണവും വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് ഈ കേസിൽ വളരെ നിർണായകമായി എന്നതാണ് പ്രോസിക്യൂഷനും കോടതിയും ഒക്കെ വിലയിരുത്തിയത്. ഡിജിറ്റൽ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ, പ്രതികളുടെ രേഖകൾ, അതായത് ഫിംഗർ പ്രിന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സമർപ്പിക്കാൻ കഴിഞ്ഞത് കോടതിയിൽ കേസ് വിജയിക്കാൻ കാരണമായി എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ ഫലത്തിൽ ഈ പോലീസിനും ഫലത്തിൽ വലിയൊരു അംഗീകാരമായി കേസ് മാറി എന്നതാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ കോടതിയിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രാജ്യത്ത് തന്നെ അപൂർവമായൊരു വിധി എന്ന നിലയിൽ കൂടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധി പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു അഭിഭാഷകനായിരുന്ന ആൾ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം, അതായത് പ്രതിഭാഗത്തിന് ആദ്യഘട്ടത്തിൽ അഭിഭാഷകരെ പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു. മറ്റ് അഭിഭാഷകർ വിസമ്മതിച്ച് ഈ കേസ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ച് മാറി നിൽക്കുന്നു. ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് കേസ് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. സുപ്രീം കോടതി വരെ പ്രതികൾ പോയെങ്കിലും ഒടുവിൽ ഹൈക്കോടതി ഇത് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റാമെന്ന നിലപാട് എടുക്കുകയായിരുന്നു. എന്തായാലും ഷാൻ വധക്കേസിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ ഒക്കെയും വന്നിരുന്നത്. പക്ഷേ പോലീസ് ഇത് കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചത് നേരത്തെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നടത്തിയ ഒരു കൊലപാതകം എന്ന നിലയിലാണ്. അതുകൂടി കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി. പ്രതിഭാഗത്തിന്റെ, അതായത് നേരത്തെ TP വധക്കേസിലും ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലും ഒക്കെ കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയ കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദം. പക്ഷേ ആ വാദം കോടതി അംഗീകരിച്ചില്ല. അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര വിധിയിലേക്ക് മാവേലിക്കര സെഷൻസ് കോടതി കടക്കുകയായിരുന്നു. വിധിയിൽ സംതൃപ്തിയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം. നഷ്ടം വലുതാണെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ പറഞ്ഞു. കോടതി വിധിയിൽ സന്തോഷമെന്നും കുടുംബം പറഞ്ഞു.
ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം. പക്ഷെ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിൻസ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് വിധി. ഇങ്ങനെ വധശിക്ഷ എന്നുള്ളത് സാധാരണ ഇത്തരം കേസുകൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വിധിയിലേക്ക് ചിലപ്പോൾ അന്തിമഘട്ടത്തിൽ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ സമയത്ത് വിധി കേട്ടപ്പോൾ ഉണ്ടായൊരു ഫീല്? സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപൂർവങ്ങൾ തന്നെയാണ് അത് കോടതി കണ്ടു. ഈ കേസിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നുള്ളത്, സാധാരണ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളാകെ ആ സമയം തന്നെ പകച്ചുപോയി അല്ലേ? പകച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം യാതൊരുവിധ ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇത്ര ഒരു ആക്രമണം വീടിൻ്റെ അകത്ത് കയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സെക്കൻഡ് നമ്മൾ പകച്ചു എന്നല്ല പറയേണ്ടത്, വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചു അവര്. ഒരു ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. പോലീസിനെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം എല്ലാ തെളിവുകളും വന്നു അല്ലേ? ഡിജിറ്റൽ എവിഡൻസ് എല്ലാ തെളിവും വിധത്തിൽ പോലീസ് ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിനും അറിയാലോ, വെറുതെ വേഗമായിട്ട് നടന്നൊരു ആളല്ല പുള്ളി. അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നും യാതൊരു ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളുടെ ഇത് പോലീസിനറിയാമല്ലോ നാട്ടില്. അത്രയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ്. അദ്ദേഹത്തിനുണ്ടായപ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി, സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി. രണ്ടാമതൊന്നും കോടതിക്ക് പോലും ചിന്തിക്കേണ്ടി വന്നില്ല വധശിക്ഷ. കാരണം തെളിവുകൾ അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. കോടതിയിൽ നിരത്തിയ തെളിവുകൾ സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളല്ലേ, ഞാനും അമ്മയും ചെറിയ മോളും. ഞങ്ങളവരെ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം ആകില്ല. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളും അത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം അത്. അച്ഛൻ പോയതിൽ അച്ഛൻ്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എൻ്റെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖം അല്ലായിരുന്നു അത് കണ്ടിരുന്നത്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ടെങ്കിൽ പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോണ്ട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വൈകാരികമാണ് പ്രതികരണം. രഞ്ജിത്തിന്റെ സഹോദരൻ കൂടിയാണ്. ഈ ഒരു വിടവുണ്ടായപ്പോൾ പിന്നെ ഇതിനൊക്കെ താങ്ങായി നിൽക്കേണ്ട ആളാണ് താങ്കൾ. എങ്ങനെയായിരുന്നു ഒരു അതിജീവനത്തിന്റെ യാത്ര?
ആദ്യമൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവിക്കുന്നതെന്നും എന്താ സംഭവിച്ചതെന്നും ഒന്നും മനസ്സിലായില്ല. എന്തോ തലയിൽ അടികിട്ടിയ പോലൊരു പ്രതീതിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പതുക്കെ മനസ്സിലായി നമ്മൾ തന്നെ ആണ് മുമ്പോട്ട് വരേണ്ടത്. കാര്യം ഈ കേസിൽ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് നടന്ന സംഭവമാണ്. അപ്പം ഞങ്ങളാണ് കണ്ടത്, അമ്മയും ചേച്ചിയും ഞാനും മോളുമാണ് കണ്ടത്. അപ്പം ഞങ്ങൾ പിന്നോട്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ ഈ കേസ് ഒന്നുമില്ലാതായിപ്പോകും. അതുകൊണ്ട് നമുക്ക് ചേട്ടനെ നഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളെ വീട്ടിൽ കിട്ടാറില്ല, ഞങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടാറില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ ഫുൾ ടൈം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു വിധി വന്നപ്പോൾ, അതും അഡ്വക്കേറ്റ് ആയിട്ടൊരാൾ ഇങ്ങനെയൊരു വിധി വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ലോലി നമുക്ക് മനസ്സിലാക്കി, കാര്യം ഞങ്ങൾ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് എവിടെ എത്തിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കി തന്നെയാണ് അത് മുമ്പോട്ട് പോയത്. ഓരോരോ സ്റ്റെപ്പും. ഞാൻ വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, വരുന്നതും പോകുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായി വന്നില്ല. നമുക്കതിലും വലിയൊരു മിഷൻ ഉള്ളതുകൊണ്ട് അത് എങ്ങനെയും എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേച്ചിയും എല്ലാവരും ഇവിടെയുള്ള പ്രോസിക്യൂഷൻ ടീമിൽ നിന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ മുഴുവൻ ജീവിതം കടപ്പെട്ടിരിക്കും അവരോടൊക്കെ. കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലോട്ടും പോയി ഇതിനെ ഇവിടം വരെ എത്തിക്കാൻ ശ്രമിച്ച പ്രതാപ് സാറ്, ഹരീഷ്, ശ്രീദേവി മാഡം, ശില്പ, ഇവരൊക്കെ എക്സലൻറ്റ് ജോബാണ്. അതുപോലെ തന്നെ പോലീസിനെയും ഞങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി എന്നുള്ളതാണ്. ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അവർ പോയി ഇതിന് പുറകിൽ പോയതുകൊണ്ടാണ് അവർ ഇത്രയും തെളിവുകളും ഇതെല്ലാം അവർക്ക് കിട്ടിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസും CRPFും തമ്മിൽ ധാരണയായി. ഗവർണർക്ക് CRPF സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സുരക്ഷ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4795 രൂപ, പവന് 38,360 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി അപൂർവങ്ങളിൽ അപൂർവമായ